Hi all, welcome to my YouTube channel PSC Solutions. അപ്പോൾ ഇന്നും നമ്മൾ UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 2009, 2010, 2011 2009, 10, 11 മൂന്ന് വർഷവും UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിത്ത് റെഫറൻസ് ടു യൂണിയൻ ഗവൺമെന്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. The ministries, departments of government of India, the ministries, departments of the government of India are created by the Prime Minister on the advice of the Cabinet Secretary. ഇത് തെറ്റാണ്. On the advice of the Prime Minister തന്നെയാണ്. Prime Ministerന്റെ അഡ്വൈസിലൂടെ തന്നെയാണ് അതും ക്രിയേറ്റ് ചെയ്യുന്നത്. Each of the ministries is assigned to a minister by the President of India on the advice of Prime Minister. Prime Ministerന്റെ അഡ്വൈസ് അത് കറക്റ്റ് ആണ്. The ministries, departments of the government of India are created by the Prime Minister on his own. Okay. Under the administration of which one of the following is the Department of Atomic Energy? Department of Atomic Energy ആരുടെ കീഴിലാണ് വരുന്നത്? നമുക്കറിയാം പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. In India, who is the chairman of National Water Resources Council? ആരാണ് നാഷണൽ വാട്ടർ റിസോഴ്സസ് കൗൺസിലിന്റെ ചെയർമാൻ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. If a panchayat is dissolved, elections are to be held with. ഒരു പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ എന്താണ് എലക്ഷൻസ്? നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടതാണ്. 6 ആണ്. 6 മാസത്തിനുള്ളിൽ എലക്ഷൻ നടന്നിരിക്കണം. അടുത്ത് നോക്കിക്കേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏതാണ് കറക്റ്റ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. only 2 ആണ്. As provided in Civil Procedure Code, High Courts have original, appellate and advisory jurisdiction at the state level. High Courts എന്ന് പറയുമ്പോൾ ഒറിജിനൽ, അപ്പലേറ്റ്, അഡ്വക്കേറ്റ്, ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധി. എങ്ങനെയുള്ള അധികാര പരിധികളാണ് ഹൈക്കോർട്സിനുള്ളത്? ഒറിജിനൽ, അപ്പലേറ്റ്, അഡ്വൈസറി. ഒറിജിനൽ, അപ്പലേറ്റ്, അഡ്വൈസറി അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ഓക്കെ, ഇത് തെറ്റാണ്. The Advocate General of a state in India concerned state in India is appointed by the President അല്ല, by the Governor ആണ്. സ്റ്റേറ്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണർ ആണ്. upon the recommendation of the Governor of the concerned state. അത് തെറ്റാണ്, പ്രസിഡന്റ് അല്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോയത്. ലോക അദാലത്തുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. only 1 ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. An award made by Lok Sabha Adalat is deemed to be decree of a civil court and no appeal is lies against there before any court. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ലോക അദാലത്തിനെ കുറിച്ച് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാട്രിമോണിയൽ ഫാമിലി ഡിസ്പ്യൂട്ട്സ് കവർ ചെയ്യില്ല എന്നാണ്. അത് തെറ്റാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമുക്ക് അതിനകത്ത് നോക്കാം. വിത്ത് റെഫറൻസ് ടു യൂണിയൻ ഗവൺമെന്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദാറ്റ് ഓൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി കമ്പൽസറി ദ സിറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ഒള്ളി. ആണോ? അല്ല, ലോക്സഭ ഒള്ളി അല്ല, രാജ്യസഭയും ആകാം. അതുകൊണ്ട് അത് തെറ്റാണ്. ദ യൂണിയൻ ക്യാബിനറ്റ് ഓപ്പറേറ്റഡ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആണോ? അല്ല, അതും തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നെയ്തർ 1 nor 2 ആണ്. Which one constitutional amendment takes the total number of ministers, including the Prime Minister, in the Council of Ministers shall not exceed 50% of the total number of members of House of the People. House of the People. ലോക്സഭയുടെ 15% കൂടരുത്. പ്രൈം മിനിസ്റ്ററും കൂടെ ഇൻക്ലൂഡ് ആണ്. നമ്മൾ പഠിച്ചതാണ്. 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ആണ്. ഇത് തന്നെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വരുമ്പോൾ. വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, which of the above provisions of the Constitution of India are fulfilled by the National Social Assistance Program? National Social Assistance Programമിലൂടെ ഫുൾഫിൽ ചെയ്യുന്നതിനകത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. only 3. നമുക്കറിയാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ്സ് പോളിസി. ഓക്കെ. Which one of the following shall cause every recommendation made by the Finance Commission to be laid before each House of Parliament? ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനാണ് അത് വരുന്നത്.
Which one of the following authorities make recommendation to the governor of a state so as to principle for determine the taxes and duties which may be appropriated by the panchayat in that particular state? Taxes and duties നമുക്കറിയാം ഏതാണ്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആണ്. കാരണം എന്തിനാ പറഞ്ഞിരിക്കുന്നത്? അപ്രോപ്രിയേറ്റഡ് ബൈ ദ പഞ്ചായത്ത്സ് ആണ്. അതുകൊണ്ട് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനിലേക്ക് അത് പോകും. വിത്ത് റെഫറൻസ് ടു ലോക അദാലത്ത്, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം തെറ്റാണ്. നൺ ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്. ഒന്നും ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ലോക അദാലത്സ് ക്യാൻ ഡീൽ വിത്ത് മാറ്റേഴ്സ് വിച്ച് ആർ സിവിൽ ആൻഡ് നോട്ട് ക്രിമിനൽ എന്നല്ല. ക്രിമിനൽ ഇൻ നേച്ചറും പറ്റും, പക്ഷെ ചെറിയ രീതിയിലുള്ളതാണ് പറ്റത്തുള്ളൂ. Every Lok Adalat consists of either saving or retired judicial officers only and do not any other person എന്നല്ല. അവിടെ വേറെയും മെമ്പേഴ്സ് ഉണ്ട്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ, എല്ലാ സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പീപ്പിൾസ് കോർട്ടാണ്. ഇസ് എ ഫോറം ഓഫ് അമിക്കബിൾ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഓഫറിങ്. വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ ചീപ്പായിട്ടും, പൈസയൊക്കെ കുറവാണ്. ഈസി വേ ടു സെറ്റിൽ കേസസ് ആണ്. പർട്ടിക്കുലർലി കണ്ടോ, സിവിൽ കേസസും വരും, മൈനർ ക്രിമിനൽ വൺസും വരും. വലിയ കുറ്റങ്ങൾ ക്രിമിനലിന്റെ വരത്തില്ല, പക്ഷെ മൈനർ ആയിട്ടുള്ള ക്രിമിനൽ വൺസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സിവിൽ കേസും വരും. ഇവിടെ പർപ്പസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? To provide a platform for resolving disputes outside of the traditional court proceedings. നമുക്കറിയാം കോർട്സിലെ കാര്യങ്ങളാകുമ്പോൾ നമുക്കറിയാം കോടതികളിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും, പിന്നെ ചെലവും കൂടുതലാണ്. പക്ഷെ ലോക് അദാലത്ത് പീപ്പിൾസ് കോർട്ട് എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്, ചീപ്പാണ്, ഈസി വേ ടു സെറ്റിൽ കേസസ് ആണ്. പിന്നെ ഇത് സ്റ്റാറ്റ്യൂട്ടറി ആട്ടോ, സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ആണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ലീഗൽ സർവീസ് ആക്ട് ഓഫ് 1987 പിന്നെ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് സ്റ്റേറ്റ് അതോറിറ്റീസ് വരും, ഡിസ്ട്രിക്ട് അതോറിറ്റീസ് വരും, ഹൈക്കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റി വരും, സബ് ഡിവിഷണൽ കമ്മിറ്റീസും വരും. ഇത് പല ടൈപ്പ് ഉണ്ട്. റെഗുലർ ലോക് അദാലത്ത് ഉണ്ട്, പെർമനന്റ് ലോക് അദാലത്ത് ഉണ്ട്, മൊബൈൽ ലോക് അദാലത്ത് ഉണ്ട്. റെഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ഓർഗനൈസ്ഡ് പീരിയോഡിക്കലി ഓഫ്റ്റൻ ഓൺ എ സ്പെസിഫിക് ഡേറ്റ് ആൻഡ് ആർ ഓപ്പൺ ടു എ വൈഡ് റേഞ്ച് ഓഫ് കേസസ്. കറക്റ്റ് ഒരു ഡേറ്റിൽ, അത് സ്പെസിഫിക് ഒരു ഡേറ്റിലായിരിക്കും നടക്കുന്നത്. പെർമനന്റ് എന്ന് പറയുമ്പോൾ പേര് തന്നെയുള്ളൂ. ദീസ് ആർ പെർമനന്റ് ബോഡി, സ്ഥിരമായിട്ടുള്ളതാണ്. ദാറ്റ് ഫോക്കസ് ഓൺ കേസസ് റിലേറ്റഡ് ടു പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ആൻഡ് ഇഫ് പാർട്ടീസ് ഫെയിൽ ടു റീച്ച് എ സെറ്റിൽമെന്റ് ദേ ഹാവ് ദ ജൂറിസ്ഡിക്ഷൻ ടു ഡിസൈഡ് ദ കേസ്. എന്തെങ്കിലും കാരണവശാൽ അത് ഫെയിലായി പോയാലും അവർക്കത് ഡിസൈഡ് ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധി അവർക്കുണ്ട്. പിന്നെ മൊബൈൽ എന്ന് പറയുമ്പോൾ ബാക്കി തന്നെയുണ്ടല്ലോ. ദിസ് ട്രാവൽ ടു ഡിഫറെന്റ് ലൊക്കേഷൻസ്. എന്താണ്? ട്രാവൽ ചെയ്ത്, മൊബൈലാണ്, സഞ്ചരിച്ച് പല സ്ഥലത്ത് ചെന്ന് അവിടെ ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടു ഇവര്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട്, ഇവർ എങ്ങനെയുള്ള കേസസ് ആണ് ഹാൻഡിൽ ചെയ്തത്? സിവിലും പിന്നെ മൈനർ ക്രിമിനൽ കേസസും വരും. അതുപോലെ തന്നെ ട്രാഫിക് ചെല്ലാൻസ്, പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ്, അതൊക്കെ വരും. പിന്നെ ബെനിഫിറ്റ് ഇപ്പൊ നമ്മൾ കണ്ടു, വളരെ ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അക്സസബിൾ വേ ടു റിസോൾവ് ഡിസ്പ്യൂട്ട്സ് ആണ്, റെഡ്യൂസിങ് ദ ബർഡൻ ഓഫ് ട്രഡീഷണൽ കോർട്സ്. പിന്നെ സ്ട്രക്ചർ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, അധ്യക്ഷൻ എന്ന് പറയുന്നത്, ലോക് അദാലത്സ് ആർ പ്രിസൈഡർ ഓഫ് ഒന്നെങ്കിൽ ഒരു സിറ്റിംഗ് അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ. സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ ആണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ 2 മെമ്പേഴ്സ് കാണും. പിന്നെ അത് കൂടാതെ 2 മെമ്പേഴ്സും കൂടെ ഉണ്ട്, വിത്ത് 2 other മെമ്പേഴ്സ്. ഒന്നെങ്കിൽ ഒരു ലോയർ, സാധാരണ ഒരു ലോയറും ഒരു സോഷ്യൽ വർക്ക് വരെ, ടോട്ടൽ 3 പേര് ഇതിനകത്ത് ഉണ്ട്. ഇനി മാർച്ച് 8, 2025 ഒരു നാഷണൽ ലോക് അദാലത്ത് ബി ഹെൽഡ് ഇൻ ഡൽഹി, ഓർഗനൈസ്ഡ് ബൈ DSLA ആൻഡ് ഡൽഹി ട്രാഫിക് പോലീസ്. എന്തിനു വേണ്ടിയാണ്? ടു സെറ്റിൽ പെൻഡിങ് ട്രാഫിക് ചലാൻസ് ആൻഡ് നോട്ടീസസ്. ഓക്കെ, അപ്പൊ ലോക് അദാലത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു കാര്യം കൂടെ കിട്ടിയിട്ടുണ്ട്. Consider the following statements. The Supreme Court of India tenders advice to the President of India on matters of law or fact. അത് നമ്മൾ കണ്ടതാണ്, നമ്മൾ ഓൾറെഡി കണ്ടത്. only 2 ആണ്. ഏതാണ്? If he seeks such an advice. എനിക്ക് അങ്ങനെ ഒരു അഡ്വൈസ് പറഞ്ഞാൽ, the Supreme Court of India tenders advice to the President of India. എപ്പോഴാണ് പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കുന്നത് സുപ്രീം കോർട്ട്? If he seeks such an advice. അങ്ങനെ ഒരു അഡ്വൈസിന് വേണ്ടി അന്വേഷിച്ചാൽ അഡ്വൈസ് കൊടുക്കാം. അല്ലാതെ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഓൺ എനി മാറ്റർ ഓഫ് ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ്, ഇപ്പൊ പൊതുജനങ്ങളുടെ താല്പര്യം എത്ര വലിയ കാര്യമാണ്, തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കാൻ പറ്റത്തില്ല. ഓൺലി ഇഫ് ദ മാറ്റേഴ്സ് റിലേറ്റ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരു അഡ്വൈസ് സീക്ക് ചെയ്താൽ ചോദിക്കാനായിട്ട്, കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. The Constitution
73rd Amendment Act 1992 which aims at promoting Panchayat Raj institutions in the country. ഇതിനകത്ത് ഏതാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 2 and 3 ആണ് കറക്റ്റ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ടു കണ്ടക്ട് ഓൾ പഞ്ചായത്ത് ഇലക്ഷൻസ്, അത് വരുന്നത് 73rd അമെൻമെന്റ് ആക്ട് 1992 വരെയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം പഞ്ചായത്ത് ഇലക്ഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻസ് നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഈക്വൽ ആക്സസ് ടു പബ്ലിക് സർവീസ്, റൈറ്റ് ടു ഫുഡ്, ഇതിനകത്തൊക്കെ ഏതൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞത്? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നമുക്കറിയാം December 10 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അതിനകത്ത് കീഴിലുള്ള ഇതെല്ലാം വരും അല്ലെ. മനുഷ്യർക്ക് എല്ലാത്തിനുള്ള അവകാശമുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു ഈക്വൽ ആക്സസ് ടു പബ്ലിക് സർവീസ് പൊതുവായ സർവീസ് ഈക്വലി ആക്സസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു ലൈഫ്, അതുപോലെ തന്നെ എന്താണ് എല്ലാത്തിനുമുള്ള അവകാശം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ കീഴിൽ വരും. The authorization for the withdrawal of funds from the consolidated fund of India, ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നമുക്ക് ഫണ്ട് വിത്ഡ്രോ ചെയ്യണമെങ്കിൽ ആരുടെ ഇതാണ് വേണ്ടത്? നമുക്കറിയാം പാർലമെന്റിന്റെ ആണ് അല്ലെ. പാർലമെന്റിന്റെ കൺസിഡറേഷൻ ഇതാണ് അവിടെ വേണ്ടത്, അവരുടെ ഓതറൈസേഷൻ ആണ് വേണ്ടത്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഫണ്ട് വിത്ഡ്രോ ചെയ്യണമെങ്കിൽ പാർലമെന്റിന്റെ ഇത് വേണം. All revenue received by the union government by way of taxes and other received for the conduct of government business are credited to the, എങ്ങോട്ടാ പോകുന്നത്? ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂ. എങ്ങനെ കിട്ടുന്ന റവന്യൂ? ടാക്സിലൂടെയും മറ്റുള്ള റിസീപ്റ്റുകളിലൊക്കെ കിട്ടുന്ന റവന്യൂ എങ്ങോട്ടാ അത് ക്രെഡിറ്റ് ചെയ്യുന്നത്? അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലെ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. Under the Constitution of India, which one of the following is not a fundamental duty? നമുക്കറിയാം to vote in public elections ഒരു fundamental duty അല്ല. To develop the scientific temper, to safeguard public property, to abide by the Constitution, respected ideas ഒക്കെ നമ്മളുടെ ചുമതലകളാണ്. With reference to the Finance Commission of India, which one of the following is correct? ഒന്നും correct അല്ല. എയും ബിയും സിയും ഡി. Which encourages the inflow of foreign capital ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ്, അങ്ങനെ പറയുന്നുണ്ടോ? ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. ഗ്രാൻസ് ഇൻ എയ്ഡ്, പിന്നെ എന്താണ് ടാക്സസിന്റെ ഷെയർ, ഇതെല്ലാം പ്രസിഡന്റിന് സബ്മിറ്റ് ചെയ്യുന്നതാണ് അവര് ഫിനാൻസ് കമ്മീഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ഫോറിൻ ക്യാപിറ്റലിന്റെ കാര്യം വരുന്നില്ല. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻസിങ് എമംഗ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. സ്റ്റേറ്റ്സിനുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് എൻഷുർസ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക UPSCയുടെ ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം ഇനി KS ഒക്കെ വരുവാണ് അല്ലെ. KS ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ UPSC ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുക, നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.